ആനന്ദം ആനന്ദമേ, ക്രിസ്ത്യ ജീവിതം ആനന്ദമേ. ആനന്ദം ആനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും എന്നെ വഴി നടത്തും. പലതിനെ നനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിയിടുകയില്ലിനി ഞാൻ. പലതിനെ നനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിയിടുകയില്ലിനി ഞാൻ. ആനന്ദം ആനന്ദമേ, ക്രിസ്ത്യ ജീവിതം ആനന്ദമേ. ആനന്ദം ആനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അത് രാവിലെ സമയം മുതൽ ഇതുവരെ ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് പോയ സ്ഥാനത്തും വന്ന സ്ഥാനത്തും തിരുസാന്നിധ്യം അനുഭവിപ്പാനും എൻ്റെ കർത്താവിനെ ഇന്ന് പകൽക്കാലവും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയുടെ യാമത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പൻ്റെ പാദാന്തിയെ കടന്നു വരികയപ്പാ. ഇന്ന് പകൽക്കാലം അടികൾക്ക് തന്ന എല്ലാ കരുതലുകൾക്കായും സ്നേഹത്തിനായും സംരക്ഷണത്തിനായിട്ടും നന്ദി പറയുക. ജീവനും ഭക്തിക്കും വേണമെന്ന് എല്ലാം തന്ന് കരുതി ഒരുക്കി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരമായിരുന്ന എല്ലാവിധ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ ഞങ്ങളെ വിടുവിച്ചു. എൻ്റെ ദൈവത്തെ അങ്ങ് സ്തുതിക്കുക, വാഴ്ത്തുക, സ്തോത്രം ചെയ്യുക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിച്ചല്ലോ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ പരിപാലിച്ചല്ലോ കർത്താവേ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. ഈ നല്ല രാത്രി കാലം ഞങ്ങൾക്ക് നല്ല ഉറക്കവും ആശ്വാസവും തരുമാറാകണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടട്ട് കർത്താവേ. എല്ലാ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങൾക്കും സൗഖ്യം തരണമേ കർത്താവേ. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്നുള്ള വചനത്താൽ ഇനി സ്വർഗം ഞങ്ങളെ രാത്രികാലം സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ കർത്താവേ. ആ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്നവർക്ക് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്തിട്ട് അധികാലത്ത് ഉണർന്നെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കണ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ, നിൻ്റെതായ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. എൻ്റെ അപ്പൻ നടത്തിയ വിധങ്ങളെ ഓർത്തെപ്പോഴും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ആവശ്യ ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നവരെ ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ആശുപത്രി മുറികളിലൊക്കെ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സൗഖ്യമില്ലാതെ ഭാരപ്പെടുകയാ. എൻ്റെ അപ്പൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ആശുപത്രി മുറികളിൽ കടന്നു ചെല്ലുന്ന ദൈവം നീ മാത്രമാകിയാൽ സ്വർഗമേ അവിടെ നിറങ്ങിച്ചെന്ന് തൊടമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഒരു തുള്ളി രക്തം കുത്തിവയ്ക്കുമാറാകണമേ. വേദനയോടെ ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരിമാരോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കും കർത്താവേ. തൻ്റെ മക്കൾ ഓരോ പ്രാർത്ഥനാ വിഷയത്തെ അടിയാട്ടി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ അടിയൻ തരികയാണ്. നിൻ്റെ മക്കളെ ഉള്ളതുപോലെ കാണുന്ന ദൈവം അവിടുന്ന്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് നിശ്ചയമാണ്. വിശ്വാസത്തോടെ കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുന്നവരാരും ലജിച്ചുവാനോടുന്ന് ഒരു നാൾ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. നാദാദൃശ്യമാർന്ന കരം ഓരോ മക്കളുടെ മേലെ നീട്ടുമാറാകണമേ. അവിടുന്ന് അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആവശ്യ സ്തോത്രത്തോടെ ഞങ്ങളോട് അറിയിക്കാൻ കൽപ്പിച്ച കർത്താവേ. പ്രിയ മക്കളുടെ സമസ്ത ഭാരങ്ങളുമായിട്ട് അടിയൻ കടന്നു വരുന്നു. ഓരോ വിഷയത്തിന് മേലും സ്വർഗമിറങ്ങി പ്രവർത്തിക്കുമാറാകണം. ആമേൻ. ഞങ്ങൾക്ക് നന്നായി ഉറങ്ങി കർത്താവിനെ മഹത്വപ്പെടുത്താനൊക്കെ ഭാഗ്യം തന്നാട്ട് എല്ലാ മഹത്വവും അംഗീകരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളെ പരിസരങ്ങൾ അതിരുവരമ്പ് വസ്തുവക ഗേറ്റ് മതിൽ കട്ടളക്കാല കുറുമ്പടി ഹല്ലേലൂയ ഞങ്ങളുടെ നെറ്റിമേലൊക്കെയും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും എൻ്റെ അപ്പച്ചനും ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ഒരു തുള്ളി രക്തം മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ ശത്രുവായവൻ അല്ലറിയോട് ഉണർത്ത വചനമാകത്താവേ. സ്തോത്രം. ഗബ്രിയേൽ മീഖാൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തിക്കാട്ട് കർത്താവേ. യോബിനെ വേലുകെട്ടി സൂക്ഷിച്ച് ദൈവമേ ഞങ്ങളെ വേലുകെട്ടി സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു.
എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണം. ശത്രുവിൻ്റെ പോരുകളെ തകർക്കണം. അന്ധകാര ഘടിയിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ നന്മയോടെ, ഞങ്ങളുടെ ആരോഗ്യത്തോടെ, ഞങ്ങളുടെ സമാധാനത്തോടെ, ഹാലേലൂയ, ഞങ്ങളുടെ സമ്പത്തിനോടൊക്കെ പോരാടി നിൽക്കുന്ന സകലവിധ അന്ധകാരത്തിൻ്റെ പോരുകളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചതിനെ ഭത്സിച്ചുകൊണ്ട് ഹാലേലൂയ ഈ രാത്രികാല സകലത്തിൻ്റെ മേൽ ഞങ്ങൾ ജയം കൽപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം, കൃപയിൽ പൊതിയണം, കൂടെയിരിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.